ഹലോ. അപ്പോൾ നെക്സ്റ്റ് വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ഉടനെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സമയം കുറച്ച് കുറവായതുകൊണ്ടാണ് എനിക്ക് ലോങ് വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ലേറ്റ് ആയത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ഗിഫ്റ്റ് എനിക്കെൻ്റെ ചേട്ടൻ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. കാരണം ഒരുപാട് പേര് ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അൺബോക്സിങ് വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഗിഫ്റ്റ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് എൻ്റെ ചേട്ടനെ ഗിഫ്റ്റ് തന്നു. സോ ഇതിനകത്ത് എന്തൊക്കെയെന്ന് നോക്കാം. നമ്മളിതിനകത്ത് ഒരു ക്ലേ വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഗ്ലിറ്റേഴ്സ് വരുന്നുണ്ട്. ഗ്ലിറ്റേഴ്സ് എന്ന് പറയുന്നത് എവിടെ കണ്ടാലും മേടിക്കുന്ന ഒരു സാധനം, അതുകൊണ്ട് എനിക്കിത് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. പക്ഷേ ഈ ഗ്ലിറ്റേഴ്സ് ഞാൻ മേടിക്കും, യൂസ് ചെയ്യത്തില്ല. കാരണം എനിക്കിതിൻ്റെ ഭംഗി പോകുമെന്ന് പറഞ്ഞ് എപ്പോഴും ഞാനിതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് നീഡിൽസാണ് കേട്ടോ. നീഡിൽസ് സത്യം പറഞ്ഞതിനകത്ത് ഒരുപാട് നീഡിൽസ് ഉണ്ട്. എല്ലാ ടൈപ്പ് നീഡിൽസും ഈ ഒരു കുഞ്ഞ് ബോക്സിനകത്ത്, അതായത് ഈ ഒരു ട്യൂബിനകത്ത് ഒരുപാട് നീഡിൽസ് ഉണ്ട്. പിന്നെ വരുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള പെൻസിലാണ്. അതുപോലെ തന്നെ പെൻസിലിൻ്റെ കൂടെ ഒരു ക്യൂട്ട് ബണ്ണി ഇറേസർ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കൊരു സിസേഴ്സ് കാണിച്ചില്ലേ, അപ്പോൾ സിസർ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട സാധനമായിരുന്നു. പിന്നെ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹുക്ക് ആർട്ട് ചെയ്യുന്ന ഒരു ക്ലോത്താണ്. അപ്പോൾ മനസ്സിലായല്ലോ ആ നീഡിൽ എന്താണ്. ആദ്യം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ഇതെന്താ എനിക്ക് നീഡിലൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടി. പിന്നീട് ഹൂപ്പ് ആർട്ടിൻ്റെ ഐറ്റംസൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായി ഈ നീഡിൽ എന്തിനാണ്. അപ്പോൾ ഹൂപ്പ് ആർട്ട് ചെയ്യാൻ പറ്റിയ എല്ലാ ടൈപ്പ് നീഡിലും ആ ഒരു കുഞ്ഞു ട്യൂബിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഈ ഹൂപ്പ് ആർട്ടിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഇനി എന്തായാലും നെക്സ്റ്റ് വരുന്ന വീഡിയോസിലൊക്കെ ഈ ഹൂപ്പ് ആർട്ട് കൂടെ ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഐറ്റംസ് ഒക്കെ കയ്യിലുണ്ടല്ലോ, പക്ഷേ നമ്മുടെ കയ്യിലില്ലാത്ത എന്താ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ എന്തായാലും ഹൂപ്പ് ആർട്ടിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് പൈപ്പ് ക്ലീനറാണ് കേട്ടോ. അതിൽ വന്നിട്ട് 1-2 കളേഴ്സ് അല്ല, ഒരു 3-4 കളേഴ്സ് മിക്സഡ് ആയിട്ടുള്ളൊരു സെറ്റായിട്ട് അതിനകത്ത് ഇരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എന്താ, ഇപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാനാണെങ്കിൽ അതിൻ്റെ ലീഫ്, പിന്നെ അതിന് വേറെ ഓരോ കളർ നമ്മൾ വ്യത്യാസമായിട്ട് കൊടുക്കത്തില്ല. അപ്പോൾ അത് ആലോചിച്ചിട്ടായിരിക്കും സെറ്റായിട്ട് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഒരു വലിയൊരു പാറ്റേൺ പേപ്പറാണ്. നമ്മൾ ജേർണലിലൊക്കെ പാറ്റേൺ പേപ്പർ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു വലിയ പാറ്റേൺ പേപ്പർ. അതായത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യത്തില്ലേ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓർഗനൈസർ ഉണ്ടാക്കാമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഓർഗനൈസർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ പെയിൻറ്റ് അടിക്കുമല്ലോ, നമ്മൾ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അതുപോലെ വൈറ്റ് പേപ്പർ കവർ ചെയ്ത് നമ്മൾ തന്നെ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കവർ ചെയ്യാൻ, കുറച്ച് ഭംഗിക്ക് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ആവുന്ന ഒരു വലിയൊരു പാറ്റേൺ പേപ്പറാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. പിന്നെ വന്നിട്ട് ഒരു സെറ്റ് പിന്നെന്ന് ഉദ്ദേശിച്ചത് പേപ്പർ ക്ലിപ്പാട്ടോ. നമ്മൾ ഇപ്പോൾ ഡയറിയിലൊക്കെ വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പേപ്പർ പിന്നെ നമ്മൾ എന്താ ഹാർട്ട് ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ബുക്ക് മാർക്ക് ആക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗിഫ്റ്റ് ഒത്തിരി ഇഷ്ടമായി. എന്തായാലും ഒരു ബുക്ക് മാർക്കെങ്കിലും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നത് ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വന്നിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ട്രെൻഡിങ് ആയിരുന്ന ഒരു ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റത്തില്ല, പ്ലാസ്റ്റിക് ക്യാൻഡിൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അടിയിലോട്ട് ലൈറ്റ് വെച്ച് നമ്മൾ ലാമ്പൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ലൈറ്റ് യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ട് ഒരു ഗ്രീൻ ടേപ്പാണ്. ഗ്രീൻ ടേപ്പ് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കി നോർമൽ സ്റ്റിക്ക് വെച്ചിട്ട് ഈ ഗ്രീൻ ടേപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ഗ്രീൻ ആയിട്ടിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് ഡബിൾ സൈഡ് സെലോ ടാപ്പ്. ഇത് നമുക്ക് യൂസ് ഇല്ലാത്ത ആരും കാണും. നമുക്ക് എന്ത് ക്രാഫ്റ്റിന് അല്ല, നമുക്ക് എന്ത് ഐറ്റംസിനും നമുക്ക് എന്താ ഇത് യൂസാണ്. അതുപോലെ തന്നെ ഒരു സാറ്റൻ റിബൺ ഉണ്ട്. പിന്നെ 2 ഗ്ലിറ്ററിങ് സെലോ ടാപ്പ് വാങ്ങിച്ചു. പിന്നെ വന്നത് എന്താ ഒരു ഫ്ലോറൽ തീമിൽ വരുന്ന വാഷി ടേപ്പാണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് മേടിച്ച് തന്നെയെന്ന് പറഞ്ഞത്. പിന്നെ കുറച്ച് പെയിൻ്റാണ് കേട്ടോ. ഇതിനകത്ത് എന്താ ഒരു 5 പെയിൻ്റ് ഉണ്ടായിരുന്നു. 2 ബ്ലൂ ഉണ്ടായിരുന്നു, ഒരു ഗ്രീന്, ഒരു റെഡ്, പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു പെയിൻ്റ് കൂടെ ഉണ്ടായിരുന്നു. ഈ പെയിൻ്റൊക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എൻ്റെ ഈ റീസെൻ്റ്ലി ഇട്ട ഷോർട്സൊക്കെ നോക്കിയാൽ അറിയാം, ഒരുപാട് പഴയതുപോലെ ഒത്തിരി ക്രാഫ്റ്റൊന്നും, അതായത് ഒരുപാട് കഠിനമായിട്ട് അധ്വാനിച്ച് ചെയ്യുന്ന ക്രാഫ്റ്റുകളൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് സിമ്പിളായിരിക്കും, ടൈമിൽ എങ്ങനെ സെറ്റ് ചെയ്യും ആ ഒരു ഇത് അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. പിന്നെ വന്ന് ഞാനിപ്പോൾ ഇടയ്ക്ക് ജേർണലൊക്കെ ചെയ്യാറില്ലേ, അതുകൊണ്ട് തന്നെ ഒരു ഗ്ലൂ സ്റ്റിക്കും പിന്നെ ഒരു മാസ്കിങ് ടേപ്പും കൂടെ, നമുക്ക് പെയിൻറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്കിങ് ടേപ്പാണ് കേട്ടോ. പിന്നെ വന്നിട്ട് കുറച്ച് പിന്നാണ്. നമ്മുടെ നോർമൽ സേഫ്റ്റി പിന്നൊന്നും അല്ല, നമ്മുടെ സ്റ്റാപ്ലെയറിന് യൂസ് ചെയ്യുന്ന പിന്നാണ്. അതെനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ ഈ ബോക്സ് അൺബോക്സ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമായിരുന്നു. അത് പിന്നീട് വന്നിട്ട് നമ്മുടെ ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. നമ്മൾ ജേർണലൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ്. പിന്നെ ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാം. എന്തൊക്കെ സൗണ്ടുകൾ എവിടെ കൂടെ കേൾക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ഈ വോയിസിൽ പല സൗണ്ട് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. ഒന്ന് ക്ഷമിച്ചേക്കുക, എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അപ്പം എനിക്ക് റൂമിനകത്ത് നിന്നിട്ട് വോയിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ പുറത്ത് പോയിട്ട് ഈ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഇടയ്ക്ക് കാണിക്കുന്ന ലെറ്റേഴ്സൊക്കെ എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇനി അടുത്ത് വരുന്ന ഒരു ഗീവ് അവേ വീഡിയോ ആണ്. അപ്പോൾ ഗീവ് അവേ വീഡിയോസിലെ ക്ലൂസ് എല്ലാം ഈ ലോങ് വീഡിയോക്കകത്താണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ നമ്പർ കൂടെ ഏത് ലെറ്റേഴ്സാണ് നോക്കി വെക്കുക. അപ്പോൾ ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.